Friends, very good morning all. All are welcome to Financial Accounting Revision Classroom. Second semester Financial Accounting Financial Statement of Joint Stock Companies എന്ന മൊഡ്യൂളിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് പ്രിപ്പയർ ചെയ്യാം, എന്താണ് അതിന്റെ എക്സാക്ട് ഫോർമാറ്റ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുന്ന സമയം ചെയ്യേണ്ട വസ്തുത വളരെ സിമ്പിൾ മാറ്ററിലാണ് പറയുന്നത്. ടെൻ മാർക്സിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും അതുപോലെ 5 മാർക്സിന്റെ ഷോർട്ട് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇവന്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം എങ്ങനെയാണ് ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫൈൻഡ് ചെയ്യുന്നത്. ഇപ്പൊ കമ്പനി ആയിരുന്നാലും ഒരു ഇൻഡിവിജ്വൽ ആയിരുന്നാലും ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആയിരുന്നാലും അവരൊക്കെ ചെയ്യുന്നത് എന്താണ്, ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്യുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ടാക്സ് എമൗണ്ട്, അതായത് ടോട്ടൽ ഇൻകത്തിന്റെ ബേസ് ചെയ്തുകൊണ്ട് ഗവൺമെന്റിന് അടക്കേണ്ട ടാക്സ് ഉണ്ട്. ആ ടാക്സും കൂടി കുറച്ചിട്ട് ബാക്കി എന്ത് എമൗണ്ട് ആണോ ഉള്ളത് അത് ഒന്നുകിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ആവാം, അല്ലെങ്കിൽ കമ്പനിക്ക് ലോസ് ഉണ്ടായിരിക്കാം. ഇതാണ് ബേസിക് ഫാക്ടർ. ദാറ്റ് മീൻസ് ടോട്ടൽ ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻസസ്, ദെൻ അഗെയിൻ ഡിഡക്ട് ടാക്സ് പേയ്മെന്റ്. ടാക്സ് പേയ്മെന്റ് കമ്പൽസറി ട്രീറ്റ്മെന്റ് ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു കമ്പനി ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടാക്കിയിട്ടുള്ള ടോട്ടൽ ഇൻകത്തിന്റെ ബേസ് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും അവർക്ക് എന്തുണ്ടാവുക, ഈ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് മൈനസ് ചെയ്തിട്ടുള്ള ആ ഒരു ടോട്ടൽ ഇൻകം, നെറ്റ് ഇൻകം വാല്യൂ, ആ ഇൻകം വാല്യൂവിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടി വരിക. അപ്പൊ നമ്മൾ പുതിയ ഫോർമാറ്റ്, അതായത് 2030 കമ്പനീസ് അക്കൗണ്ടിൽ വരുത്തിയിട്ടുള്ള അമെൻമെന്റ് അല്ലെങ്കിൽ മാറ്റം വരുത്തിയതിനനുസരിച്ച് കൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പണ്ട് നമ്മൾ പഠിച്ചിരുന്നത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യലാണ്. ഇപ്പൊ ട്രേഡിംഗ് അക്കൗണ്ട് നമുക്കറിയാം എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസും എല്ലാ ഡയറക്റ്റ് ഇൻകംസും ആണ് റെക്കോർഡ് ചെയ്യുക. അതുപോലെ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഓൾ ഇൻഡയറക്റ്റ് ഇൻകംസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്ത് പോരുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിനകത്താണ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് പോകുന്നത്. അതായത് ഡയറക്റ്റ് ഇൻകംസ്, ഡയറക്റ്റ് എക്സ്പെൻസസ്, ദെൻ ഇൻഡയറക്റ്റ് ഇൻകംസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, ഇങ്ങനെ കമ്പനിയെ എഫക്ട് ചെയ്യുന്ന എല്ലാ ഫാക്ടും കൂടി ഒറ്റ ഷെഡ്യൂളായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് ഫാക്ട് എങ്ങനെ അണ്ടർസ്റ്റുഡ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പനിയുടെ നെയിം ആദ്യം തന്നെ കൊടുക്കുന്നു. അതായത് ഇപ്പോൾ XY ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ആണെങ്കിൽ കമ്പനിയുടെ നെയിം കൊടുക്കുന്നു. ദെൻ ഏത് ടൈമിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st March, ദെൻ എനി ഇയർ, ദെൻ 31st March അല്ലെങ്കിൽ 31st December, എനിവേ എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ഫോർമാറ്റ് പർട്ടിക്കുലേഴ്സ്, ഇവിടെ പർട്ടിക്കുലേഴ്സ് റൈറ്റ് ചെയ്യുന്നു. ദെൻ നോട്ട് നമ്പർ, അതുപോലെ കറണ്ട് ഇയർ വാല്യൂ, ദെൻ പ്രീവിയസ് ഇയർ വാല്യൂ. ഇത്രയാണ് ഇതിന്റെ പ്രൊസീജിയറിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ്. ദെൻ ഫസ്റ്റ് ഐറ്റം എന്താണ്, ഫസ്റ്റ് ഐറ്റം ഉണ്ടാവുക, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, റവന്യൂ ഫ്രം ഓപ്പറേഷൻ. നമ്മൾ നോക്കുന്നു റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് റവന്യൂ ഇൻകം. റവന്യൂ ഇൻകം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഒരു സെല്ലിംഗ് ഓപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യണം. അപ്പൊ ഒരു ഫോമിനകത്ത് ഉണ്ടായിട്ടുള്ള സെയിൽസ്, ഇതാണ് ആ ഫോമിന്റെ റവന്യൂ ഇൻകം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യാനുണ്ടാവും, സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യാനുണ്ടാവും. അതുപോലെ എന്ത് ചെയ്യുന്നു, എക്സൈസ് ഡ്യൂട്ടിയും മൈനസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ മൈനസ് എക്സൈസ് ഡ്യൂട്ടി, ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് കിട്ടും. അപ്പൊ അത് കണ്ടിട്ടുള്ള എക്സാക്ട് ഫിഗർ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇതിനകത്ത് ട്രീറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ കണ്ടിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇതിനകത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നോട്ട്സ് ടു അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യണം. നോട്ട്സ് ടു അക്കൗണ്ട്സ്, അങ്ങനെ നോട്ട്സ് ടു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്പർ 1 സെയിൽസ് പ്രൊസീജിയർ അല്ലെങ്കിൽ സെയിൽസ് ഓർ റവന്യൂ ഫ്രം ഓപ്പറേഷൻ ഇങ്ങനെ ഹെഡിങ് കൊടുത്തുകൊണ്ട് ഇവിടെ നടന്ന സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ മൈനസ് എക്സൈസ് ഡ്യൂട്ടി. അപ്പൊ എക്സാക്ട് എമൗണ്ട് എന്താണോ നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മൾ ഇവിടേക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ഇവന്റ് റൈറ്റ് ചെയ്യും. ദെൻ ഇതിനകത്തുള്ള സെക്കൻഡ് ഇവന്റ് എന്തായിരിക്കും, അതർ ഇൻകം. അതർ ഇൻകം
അതർ ഇൻകം എന്ന് പറയുന്ന ഹെഡ്. അതർ ഇൻകത്തിൽ എന്തൊക്കെ ഉണ്ടാവുക? ഏതെങ്കിലും തരത്തിലുള്ള കമ്മീഷന് അല്ലെങ്കിൽ റെന്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുള്ള ഇവന്റ് കമ്പനിക്ക് റിസീവ് ചെയ്യണം. അതായത് കമ്പനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യും. അതായത് സെല്ലിംഗ് ഓപ്പറേഷൻസ് അല്ലാതെ കണ്ട് കമ്പനിക്ക് ഉണ്ടായ ഇൻകംസ് ആണ് അതർ ഇൻകം എന്ന് പറയുന്ന ഹെഡിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതും രണ്ടിൽ കൂടുതൽ ഇവന്റ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നോട്ട്സ് ടു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. അതിന്റെ സമ്മറി എമൗണ്ട് മാത്രം എന്ത് ചെയ്യുന്നു? നമ്മുടെ കറണ്ട് ഇയർ കോളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് ടോട്ടൽ ഇൻകം ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഒരു പാർട്ട് കംപ്ലീറ്റ് ആയി. അതായത് ടോട്ടൽ ഇൻകം നമ്മൾ എന്ത് ചെയ്തു? ഫൈൻഡ് ചെയ്തു. ടോട്ടൽ ഇൻകം കാണാനുള്ള രണ്ട് ഓപ്ഷന്, ഒന്ന് റവന്യൂ ഫ്രം ഓപ്പറേഷൻസും രണ്ടാമത്തത് അതർ ഇൻകം. ഈ രണ്ട് ഇൻകം കൂടി എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യാണ്. അപ്പൊ ആഡ് ചെയ്തിട്ട് ടോട്ടൽ ഇൻകം ഫൈൻഡ് ചെയ്തു. രണ്ടാമത്തെ ഹെഡ് എന്താ വരുന്നത്? എക്സ്പെൻസസ്. പിന്നെ ഏതൊക്കെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഹെഡിൽ ട്രീറ്റ് ചെയ്യാനുണ്ടാവും? അപ്പൊ മറന്നു പോവാതിരിക്കാനുള്ള ഇതിലെ ഏറ്റവും ഷോർട്ട് കട്ട് ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് എവിടുന്നായിരിക്കും? റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്ന സമയത്താണ്. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, then closing stock of raw material, then material consumed. That means purchases of raw material. Okay, raw material in the fact. So first head വരുന്നത് material consumed. That means raw material consumed. അപ്പോൾ raw material purchases, raw material opening stock, raw material closing stock. ഈ ഒരു ഫാക്റ്റാണ് എന്തിൽ എഴുതാണ്ടാവുക? എക്സ്പെൻസസിലെ ഫസ്റ്റ് ഹെഡായ മെറ്റീരിയൽ കൺസ്യൂംഡ്. അതായത് അതിന്റെ കോസ്റ്റ്, എത്രമാത്രം കോസ്റ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് കൺസ്യൂം ചെയ്യുന്നത്, റോ മെറ്റീരിയലിന്റെ ഫാക്ട്. ഓക്കെ, മാറിപ്പോകരുത്. ഫിനിഷ്ഡ് ഗുഡ്സ് അല്ല, റോ മെറ്റീരിയലിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക്, റോ മെറ്റീരിയലിന്റെ ഫിനിഷ്ഡ് ക്ലോസിംഗ് സ്റ്റോക്ക്, ദെൻ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുണ്ടായ കോസ്റ്റ്, അങ്ങനെ ടോട്ടൽ കോസ്റ്റ്, അതായത് മെറ്റീരിയൽ കൺസ്യൂംഡ്. ദാറ്റ് മീൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ഫസ്റ്റ് ഹെഡ്. രണ്ടാമത്തെ ഹെഡ് എന്താ ട്രീറ്റ് ചെയ്യുന്നത്? പർച്ചേസസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞ എന്താ? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്നാ, റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത്. ഇവിടെ എന്താ നടക്കുന്നത്? ഇത് റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്നതിന്റെ എക്സ്പെൻസ് ആണ്. ദെൻ പർച്ചേസസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. അപ്പൊ സ്റ്റോക്ക് ഇൻ ട്രേഡ് ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ള ടോട്ടൽ പർച്ചേസസ്, ഇത് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. മൈനസ് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ ഒരു ക്രെഡിറ്ററിൽ നിന്ന് ഒരുപാട് യൂണിറ്റ് പർച്ചേസ് ചെയ്തു. ഏതെങ്കിലും ഒരു യൂണിറ്റിനോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ ഏതെങ്കിലും ഡിഫക്റ്റ് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് റിട്ടേൺ അടിക്കും. അപ്പൊ പർച്ചേസസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. അപ്പൊ രണ്ട് ഹെഡായി. ദെൻ ഇതിനകത്തെ മൂന്നാമത്തെ ഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ്, അതായത് സ്റ്റോക്കിന്റെ, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് റെഡി ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ ചേഞ്ചസ് ഇൻ ഇൻവെന്ററി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇങ്ങനെ തന്നെ ചെയ്യണം. ഇപ്പൊ എക്സാമ്പിളിന് ഒരു 500 യൂണിറ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, 600 യൂണിറ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയം നമുക്ക് ഫീൽ ചെയ്യും, ഇത് നെഗറ്റീവ് ഫിഗർ ആണല്ലോ ഫൈൻഡ് ചെയ്യുക. അപ്പൊ അത് തിരിച്ചല്ല ചെയ്യേണ്ടത്. ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ പോസിറ്റീവ് വാല്യൂ ജനറേറ്റ് ചെയ്യില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യണം. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ മേ ബി പോസിറ്റീവ് വാല്യൂ ആവാം, നെഗറ്റീവ് വാല്യൂ ആവാം. അപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ 100 നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. ആ നെഗറ്റീവ് വാല്യൂ ഇവിടെ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിൽ ഇട്ടിട്ട് കൊടുക്കുക. ദാറ്റ് മീൻസ് 100 rupees സ്റ്റോക്ക് ഇൻ ട്രേഡ്. അതായത് ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസിന്റെ വാല്യൂ മൈനസ് ഫിഗർ ആണ് കിട്ടിയെന്ന് അറിയാനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ബ്രാക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ഹെഡ് ചേഞ്ചസ് ഇൻ
ഇൻവെന്ററീസ്. 3 ഹെഡായി. ദെൻ നാലാമത്തെ പാർട്ട് എംപ്ലോയി ബെനിഫിറ്റ്. എംപ്ലോയി ബെനിഫിറ്റ്, എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്. അപ്പൊ നമുക്കറിയാം സാലറി, വേജസ്, PF, ദെൻ ESI, ദെൻ ഇങ്ങനെ പറയുന്ന ഒരു എംപ്ലോയിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എംപ്ലോയീസിനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഡേ ടു ഡേ അഫയേഴ്സിനായിട്ടുള്ള അല്ലെങ്കിൽ അയാളുടെ ടോട്ടൽ എക്സ്പെൻസസ്, ഒരു എംപ്ലോയിക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്, ഈ പറയുന്ന ഇവന്റ് ഒക്കെയാണ് ഇവിടെ എന്ത് ചെയ്യാണ്ടാവുക, ട്രീറ്റ് ചെയ്ത് പോകാനുണ്ടാവുക. ഓക്കെ, അപ്പൊ അവർക്ക് കൊടുക്കുന്ന സാലറീസ് അല്ലെങ്കിൽ അത് സാലറീസ് ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് ഉണ്ടാവാം, പ്രീപെയ്ഡ് സാലറീസ് ഉണ്ടാവാം. അപ്പൊ എങ്ങനെയാണോ സാലറീസ് അതുപോലെ വേജസ് ഇങ്ങനെ പറയുന്ന ഇവന്റ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹെഡ് യൂട്ടിലൈസ് ചെയ്യുന്നത്. എംപ്ലോയി ബെനിഫിറ്റ് എന്ന് പറയുന്ന ഹെഡ് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് ഇവന്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നോട്ട്സ് ടു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ നോട്ട്സ് ടു അക്കൗണ്ടിന്റെ സമ്മറി എമൗണ്ട് മാത്രമാണ് എന്ത് ചെയ്യുക, ഇവിടേക്ക് ട്രീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, ദെൻ അഞ്ചാമത്തെ പാർട്ട് ഫിനാൻസ് കോസ്റ്റ്. ഫിനാൻസ് കോസ്റ്റ്, ഫിനാൻസ് കോസ്റ്റ് അതായത് ഷെയർ, ഡിബഞ്ചർ, ബോണ്ട് ഇങ്ങനെയൊക്കെയാണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി എന്ത് ചെയ്യുക, ക്യാപിറ്റൽ കണ്ടെത്തുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഷെയറോ ഡിബഞ്ചറോ ബോണ്ടോ കണ്ടെത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്നിടത്തോ റിഡംഷൻ നടക്കുന്നിടത്തോ കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ കോസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹെഡ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഫിനാൻസ് കോസ്റ്റ്, അതായത് ഷെയർ പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുന്നു, പ്രീമിയത്തിന് റിഡംഷൻ നടക്കുന്നു, ദെൻ ഡിസ്കൗണ്ടിന് റിഡംഷൻ നടക്കുന്നു, പാറിന് ഇഷ്യൂ ചെയ്യുന്നു, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു, ഇങ്ങനെ പറയുന്ന ഓരോ ഇവന്റും ഇതിന് എക്സ്പെൻസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുന്ന ഹെഡിലൂടെ അത് ട്രീറ്റ് ചെയ്തു പോകും. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഡെപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ്. ഡെപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഡെപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. എന്താ ഡെപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഫിക്സഡ് അസറ്റ് യൂട്ടിലൈസ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ അതിന്റെ യൂസേഴ്സ് നടക്കുന്ന സമയം അതിനകത്ത് എക്സ്പെൻസസ് ഉണ്ടാവും. ആ എക്സ്പെൻസ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഡെപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ മേലെ, ഇപ്പൊ പേറ്റന്റ്, ട്രേഡ് മാർക്സ്, ഗുഡ് വില്ല്, ലൈസൻസ്, സോഫ്റ്റ്വെയർ ഇങ്ങനെ പറയുന്ന ഇവന്റെ മേലെ ചാർജ് ചെയ്യുന്ന ഡെപ്രീസിയേഷൻ ആണ് അമോർട്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെപ്രീസിയേഷൻ എക്സ്പെൻസസും അതുപോലെ അമോർട്ടൈസേഷൻ എക്സ്പെൻസസുമാണ് ഇതിനകത്ത് ട്രീറ്റ് ചെയ്ത് പോവുക. ദെൻ അടുത്ത പാർട്ടിൽ വരുന്നത് അതർ എക്സ്പെൻസസ്. അതർ എക്സ്പെൻസസ്. ഓക്കെ, അതായത് ഈ പറയുന്ന ഇത്രയും ഫാക്ടർ, ദാറ്റ് മീൻസ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, purchases of stock in trade, changes in inventory, then employee benefit, finance cost, depreciation. ഇതിലൊന്നും പെടാത്ത രീതിയിൽ ഏതെങ്കിലും എക്സ്പെൻസസ് ഉണ്ടാവുകയാണെങ്കിൽ അത് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതർ എക്സ്പെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൈറ്റ് ചെയ്യുന്നത്. ഇനി ഹെഡിങ് കൊടുക്കുക ടോട്ടൽ എക്സ്പെൻസസ്. ടോട്ടൽ എക്സ്പെൻസസ്. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടൽ ഇൻകം ഫൈൻഡ് ചെയ്തു, ടോട്ടൽ എക്സ്പെൻസസും റൈറ്റ് ചെയ്ത് കഴിഞ്ഞു. വൺസ് മോർ, റവന്യൂ ഫ്രം ഓപ്പറേഷൻ, അതായത് ഒരു കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള ടോട്ടൽ സെയിൽസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ അതർ ഇൻകം, സെയിൽസ് അല്ലാത്ത രീതിയിൽ ഫേമിന് ഉണ്ടായിട്ടുള്ള ഇൻകംസ്, ദെൻ ടോട്ടൽ ഇൻകം. ദെൻ എക്സ്പെൻസസ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്, റോ മെറ്റീരിയൽ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, സ്റ്റോക്ക് ഇൻ ട്രേഡിന്റെ പർച്ചേസസ് വാല്യൂ. ദെൻ ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ്, ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻറ്റ് ആണ്. എംപ്ലോയി ബെനിഫിറ്റ്, ഒരു ഫോമിനകത്തുള്ള എംപ്ലോയീസിന് കൊടുത്തിട്ടുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി. ഫിനാൻസ് കോസ്റ്റ്, ഫിനാൻസ് കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ ഫിനാൻസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കോസ്റ്റ്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ, ഫിക്സഡ് അസറ്റിന്റെ മേലെ ഡിപ്രീസിയേഷനും ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ മേലെ, ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിക്സഡ് അസറ്റിന്റെ മേലെ അമോർട്ടൈസേഷനും. ദെൻ അതർ എക്സ്പെൻസസ്, ദെൻ ടോട്ടൽ എക്സ്പെൻസസ്. അപ്പൊ ടോട്ടൽ ഇൻകം, ടോട്ടൽ എക്സ്പെൻസും നമ്മൾ എന്ത് ചെയ്തു, ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇപ്പൊ നമ്മൾ ഇൻകംസ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്തു, അതുപോലെ എക്സ്പെൻസും എത്രയാണെന്നുള്ളത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞു.
നെക്സ്റ്റ് പ്രോസസ് എന്താണ്? സാധാരണ കേസിൽ എന്താ നമ്മൾ ചെയ്യുക? ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് മൈനസ് ചെയ്യുകയാണ് ചെയ്യുക. അതേ ഇവന്റ് തന്നെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തേർഡ് പാർട്ട് കൊടുക്കാം. തേർഡ് പാർട്ടിൽ അതായത് ഫസ്റ്റ് പാർട്ടിൽ ഇൻകം, സെക്കൻഡ് പാർട്ടിൽ എക്സ്പെൻസ്. ദെൻ തേർഡ് പാർട്ടിൽ എന്താ നമ്മൾ റൈറ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ഓർ ലോസ്. അതായത് ഒന്നുകിൽ പ്രോഫിറ്റ് ആയിരിക്കും, അതല്ലെങ്കിൽ ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം, items and tax. Profit or loss before extraordinary items and tax. ടാക്സ് കൊടുക്കുന്നതിന്റെ മുമ്പേ, ദെൻ എക്സ്ട്രാ ഓർഡിനറി ഇവന്റ് ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അഥവാ എക്സെപ്ഷണൽ ഐറ്റം ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പേ ഉള്ള പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ അത് എക്സാക്ട് പ്രോഫിറ്റ് അല്ല, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റും അല്ല. കാരണം എക്സ്ട്രാ ഓർഡിനറി ഐറ്റം കൺസിഡർ ചെയ്തിട്ടില്ല, അതുപോലെ ടാക്സും കൺസിഡർ ചെയ്തില്ല. അതിന്റെ മുമ്പ് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസ് ഇതെങ്ങനെ ഫൈൻഡ് ചെയ്തു? 1 മൈനസ് 2. 1 ഇൻകാണ്, 2 എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. അപ്പൊ ആ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് മൈനസ് ചെയ്തു. കിട്ടിയിട്ടുള്ള വാല്യൂ ബിഫോർ ചാർജിങ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആൻഡ് ടാക്സ് എമൗണ്ടും എക്സ്ട്രാ ഓർഡിനറി ഐറ്റവും ചാർജ് ചെയ്യുന്നതിന്റെ മുമ്പ് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ആണ് ഇപ്പൊ നമ്മൾ ഫൈൻഡ് ചെയ്തത്. അതിന്റെ അർത്ഥം എന്താ? ഇനി എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്താണോ അതും ചാർജ് ചെയ്യണം, അതുപോലെ ഗവൺമെന്റിന് കൊടുക്കേണ്ട ടാക്സ് എമൗണ്ടും ചാർജ് ചെയ്യണം. അത് രണ്ടും കഴിച്ചിട്ട് കിട്ടുന്ന വാല്യൂ എന്താണോ അതായിരിക്കും കമ്പനിയുടെ എക്സാക്ട് പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് അഥവാ എക്സെപ്ഷണൽ ഐറ്റംസ് എന്ന് പറയുന്നത്. എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് അല്ലെങ്കിൽ എക്സെപ്ഷണൽ ഐറ്റം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് റീകൺസ്ട്രക്ഷൻ, then cost of reconstruction, അതുപോലെ കോസ്റ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് ചേഞ്ചസും. ലെജിസ്ലേറ്റീവ് ചേഞ്ചസും അതുപോലെ കോസ്റ്റ് ഓഫ് റീകൺസ്ട്രക്ഷനും. ഇതാണ് ഏത്? എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്ന് അഥവാ എക്സെപ്ഷണൽ ഐറ്റം എന്ന് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ഏതെങ്കിലും ഒരു ഇവന്റ് ക്വസ്റ്റ്യൻ അകത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഈ ഇവന്റിന്റെ വാല്യൂ എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. ആ വാല്യൂ ഈ പറയുന്ന പ്രോഫിറ്റ് വാല്യൂയിൽ നിന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് റീകൺസ്ട്രക്ഷനും അഥവാ കോസ്റ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് ചേഞ്ചസ് എന്ന് പറയുന്ന ഐറ്റം ക്വസ്റ്റ്യനകത്ത് ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഐറ്റം കൂടി ആഡ് ചെയ്തിട്ട് ഈ ഇൻകത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ്. ഇപ്പോൾ ഒരു വാല്യൂ കിട്ടുന്നുണ്ട്, അതായത് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ് പേയ്മെന്റ് നടത്തുന്നതിന് മുമ്പേ ഉള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇനി എന്ത് ചെയ്യുന്നു? ഇതിന്റെ നിന്ന് പ്രോഫിറ്റ് ടാക്സ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. സോ ടാക്സ് എക്സ്പെൻസസ് ഏതൊക്കെ ടാക്സുകളാണ് ഉണ്ടാവുക? ഒന്ന് കറണ്ട് ടാക്സും, രണ്ടാമത്തത് ഡെഫേർഡ് ടാക്സും. കറണ്ട് ടാക്സ് അതുപോലെ ഡെഫേർഡ് ടാക്സ്. കറണ്ട് ടാക്സും അതുപോലെ തന്നെ ഡെഫേർഡ് ടാക്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും കറണ്ട് ടാക്സിന്റെ വാല്യൂ എത്ര അല്ലെങ്കിൽ ഡെഫേർഡ് ടാക്സിന്റെ വാല്യൂ എത്ര എന്നുള്ളത് ക്വസ്റ്റ്യനകത്ത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ പറയുന്ന ഇവന്റും കൂടി. ഓക്കെ, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആൻഡ് ടാക്സ്. അപ്പോൾ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് നമ്മൾ ഫൈൻഡ് ചെയ്തു. കോസ്റ്റ് ഓഫ് റീകൺസ്ട്രക്ഷൻ, കോസ്റ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് ചേഞ്ചസ്, അതെന്ത് നിന്ന് മൈനസ് ചെയ്തു. ദെൻ പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ ടാക്സ്, ദെൻ ടാക്സ് എക്സ്പെൻസ് വീണ്ടും മൈനസ് ചെയ്യുന്നു. കറണ്ട് ടാക്സ് അതുപോലെ ഡെഫേർഡ് ടാക്സ്.
ദെൻ അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ്. പ്രോഫിറ്റ് ഓർ ലോസ് continuing ഓപ്പറേഷൻസ്. അപ്പോൾ ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുന്നതിലൂടെ ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസ് എന്ന് പറയുന്നതാണ് ഇതിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം? ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിന്റെ എക്സ്പെൻസസും അതുപോലെ ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസും ടാക്സ് എമൗണ്ടും മൈനസ് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ നിന്നും discontinuing expenses or loss. For discontinuing tax expenses discontinuing loss എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് മൈനസ് ചെയ്യുന്നു. Then അതിനുശേഷം നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ത്? Profit or loss during the period. Profit or loss during the period. Okay. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രോഫിറ്റ് ഓർ ലോസ് ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റം ആൻഡ് ടാക്സ്. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് റീകൺസ്ട്രക്ഷൻ, കോസ്റ്റ് ഓഫ് ലെജിസ്ലേറ്റീവ് ചേഞ്ചസ് മൈനസ് ചെയ്തു. ദെൻ അഗൈൻ ടാക്സ് മൈനസ് ചെയ്യാറുണ്ട്. ടാക്സ് എക്സ്പെൻസ്, അതായത് കറന്റ് ടാക്സും ഡെഫേർഡ് ടാക്സും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസ് എന്ന് കിട്ടുന്നു. കണ്ടിന്യൂയിങ് ഓപ്പറേഷനിൽ നിന്ന് ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസിൽ ഉണ്ടായ എക്സ്പെൻസും, ദാറ്റ് മീൻസ് ടാക്സ് എക്സ്പെൻസും ഡിസ്കണ്ടിന്യൂയിങ്ങിന്റെ ലോസും എന്ത് ചെയ്യണം? ഡിഡക്ട് ചെയ്യണം. ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. അതായത് ഒന്ന് ടാക്സ് എക്സ്പെൻസ്, ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതിന്റെ ടാക്സ് എക്സ്പെൻസ്, ദെൻ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ളതിന്റെ ലോസും രണ്ടും എന്ത് ചെയ്യാനുള്ളതാ? മൈനസ് ചെയ്യാനുള്ളതാണ്. അത് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് ദ പീരിയഡ്. അതായത് ഈ ഒരു വർഷത്തെ കമ്പനിക്ക് ഉണ്ടായിട്ടുള്ള പ്രോഫിറ്റ് എന്താണ് എന്നുള്ളത്. ഇനി എന്ത് ചെയ്യണം? ഈ പറയുന്ന പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം EPS കാൽക്കുലേറ്റ് ചെയ്യണം. EPS എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണോ, ദാറ്റ് മീൻസ് പ്രോഫിറ്റ് മൈനസ് നമ്പർ ഓഫ് ഷെയർസ്, ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. എത്ര നമ്പർ ഓഫ് ഷെയർ ആണ് കമ്പനി ഹോൾഡ് ചെയ്തിട്ടുള്ളത്, അതിന് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് EPS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാനുള്ള ഫോർമാറ്റ് എന്നത്. അപ്പോൾ വൺസ് മോർ, ഫസ്റ്റ് നമ്മൾ റൈറ്റ് ചെയ്യേണ്ടത് ഇൻകം. ഇൻകത്തിന് രണ്ട് ഹെഡാണുള്ളത്. ഒന്ന് റവന്യൂ ഫ്രം ഓപ്പറേഷൻസും രണ്ടാമത്തത് അതർ ഇൻകം. സെക്കൻഡ് പാർട്ടിന് എക്സ്പെൻസസ് ആണ്. എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ റോ മെറ്റീരിയൽ കൺസ്യൂം ചെയ്യുന്നത്, അതായത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് എന്തായിരിക്കും? പർച്ചേസസ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ പർച്ചേസസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ട്രേഡ് എന്ന് പറയുന്ന ഇവന്റ് പർച്ചേസ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള അതിൽ എന്ത് ചെയ്യണം? പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ. ദെൻ ചേഞ്ചസ് ഇൻ ഇൻവെന്ററി, ഇൻവെന്ററിന്റെ ചേഞ്ചസ് കാണിക്കണം. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. തിരിച്ച് ചെയ്യരുത്, ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് തന്നെ മൈനസ് ചെയ്യണം. അതായത് ചേഞ്ചസ് ഇൻ ഇൻവെന്ററീസ് എങ്ങനെ പോകുന്നു. ദെൻ എംപ്ലോയി ബെനിഫിറ്റ്സ്, അപ്പോൾ ഓരോ എംപ്ലോയീസിനും കൊടുക്കുന്ന സാലറിയാണ്, വേജസ് ആവാം, എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ആവാം. അപ്പോൾ എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ളത് എന്താണോ അതാണ് അവിടെ ട്രീറ്റ് ചെയ്യാനുണ്ടാവുക. അതുപോലെ ഫിനാൻസ് കോസ്റ്റ്. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഷെയർ, ഡിബഞ്ചർ, ബോണ്ട് കമ്പനിക്ക് കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ ക്യാപിറ്റൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടോട്ടൽ എക്സ്പെൻസസ് ആണ് ഫിനാൻസ് കോസ്റ്റിലായിട്ട് ചെയ്യുക. ദെൻ ഡെപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ഡെപ്രീസിയേഷൻ ഫിക്സഡ് അസറ്റ് ആയിട്ടുള്ള ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, പ്ലാന്റ്, ഫേർണിച്ചർ, ഇങ്ങനെ കണ്ടിട്ടുള്ള ഫിക്സഡ് അസറ്റ് നേച്ചറിലുള്ള ഫിക്സഡ് അസറ്റ് ആയ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ മേലെ ചാർജ് ചെയ്യുന്നതാണ് അമോർട്ടൈസേഷൻ. ദെൻ അമോർട്ടൈസേഷൻ എക്സ്പെൻസസ് എന്താണെന്നുള്ളത് ഫൈൻഡ് ചെയ്യുന്നു. ദെൻ അതർ എക്സ്പെൻസസ്. ഇനി അതർ എക്സ്പെൻസസ് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യാനുണ്ടാവുക. ആ അതർ എക്സ്പെൻസസും കൂടി എന്ത് ചെയ്യുന്നു? ഇതിന്റെ മേലെ കൺസിഡർ ചെയ്തിട്ട് ടോട്ടൽ എക്സ്പെൻസ് കണ്ടുപിടിക്കുന്നു. ആ ടോട്ടൽ എക്സ്പെൻസ്, അതായത് ഇൻകം മൈനസ് ടോട്ടൽ എക്സ്പെൻസസ്, അതെന്താണ്? എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസും ടാക്സും കൺസിഡർ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ്.
ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, എക്സ്ട്രാ ഓർഡിനറി ഓർ എക്സെപ്ഷണൽ ഐറ്റംസ് ഡിഡക്ട് ചെയ്യുന്നു. ദെൻ ആ പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, ടാക്സ് എമൗണ്ട് ഡിഡക്ട് ചെയ്യണം. ടാക്സ് എമൗണ്ട് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസും ഡിസ്കണ്ടിന്യൂയിങ് ഓപ്പറേഷൻസും. അപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസിന്റെ ടാക്സ് എമൗണ്ട്, അതുപോലെ ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഓപ്പറേഷൻസിന്റെ ലോസ് ഇതെന്ത് ചെയ്യണം, ഡിഡക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് കിട്ടുന്നതാണ് ആ ഫേമിന്റെ കറണ്ട് ഇയറിലെ കണ്ടിന്യൂ ചെയ്യുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ പ്രോഫിറ്റിൽ നിന്ന് EPS ഫൈൻഡ് ചെയ്യണം. എങ്ങനെ EPS ഫൈൻഡ് ചെയ്യുക? ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ എത്രയാണോ നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളത്, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ഹോൾഡ് ബൈ എ കമ്പനി. ആ കമ്പനി ഹോൾഡ് ചെയ്തിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ EPS കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിനെ വർക്ക്ഔട്ട് ചെയ്യുക. Is it clear? Okay. Next topic. Surplus in the statement of profit and loss. എന്ന് പറഞ്ഞാൽ സിമിലർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പൊ നമ്മൾ പണ്ട് കാലങ്ങളിൽ 1956 കമ്പനീസ് ആക്ട് പ്രകാരം ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയം നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിച്ച് അത് എന്ത് ചെയ്യുന്നു, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും കൂടി പ്രിപ്പയർ ചെയ്തിരുന്നു. അപ്പൊ ഈ ഒരു കേസിൽ അല്ലെങ്കിൽ കമ്പനീസിന്റെ അമെൻമെന്റ് വന്നത് പ്രകാരം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്നതിന്റെ അനദർ നെയിം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് സർപ്ലസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പൊ എങ്ങനെയാണ് സർപ്ലസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് സർപ്ലസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്? ഇത് ചോദിക്കുകയാണെങ്കിൽ 5 മാർക്സ് ഏരിയയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഫൈൻഡ് ഔട്ട് ദ സർപ്ലസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് നമ്മോട് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ട്രീറ്റ് ചെയ്യാനുള്ള ഇവന്റുകൾ ഏതെല്ലാമാണ് എന്നുള്ളത് ആദ്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെല്ലാം ഇൻഫോർമേഷൻസ് ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരിക്കണം. അപ്പൊ ഏതൊക്കെ ഇൻഫോർമേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു സിമ്പിൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു പാർട്ടായി. രണ്ടാമത് കറണ്ട് ഇയറിലെ പ്രോഫിറ്റ്, കറണ്ട് ഇയർ പ്രോഫിറ്റും വേണം, പ്രീവിയസ് ഇയർ ഉണ്ടായിരുന്നുള്ള പ്രോഫിറ്റും വേണം. മൂന്നാമത്തെ ഫാക്ട് റിസർവ്, അതായത് ജനറൽ റിസർവ് ഉണ്ടായിരിക്കും, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഉണ്ടായിരിക്കും, ദെൻ എനി അതർ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന പാർട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റിസർവിന്റെ വോളിയം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദെൻ അത് അടുത്ത പാർട്ടിൽ വേണ്ടത് ഡിവിഡൻഡ് പേ ചെയ്തിട്ടുള്ളത്. അതായത് ഡിവിഡൻഡ്, ഏതൊക്കെ ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടാവാം? ഡിവിഡൻഡ് ഏതെല്ലാം തരത്തിലുണ്ട്? ഫൈനൽ ഡിവിഡൻഡ് ഉണ്ട്, ഇന്ററിംഗ് ഡിവിഡൻഡ് ഉണ്ട്, അതുപോലെ സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് ഉണ്ട്. അങ്ങനെ ഡിവിഡൻഡിന്റെ വോളിയം ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഡിവിഡൻഡ് ആർക്കാണ് കൊടുക്കുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുന്നുണ്ട്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും അതുപോലെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? ഡിവിഡൻഡ് പേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഡിവിഡൻഡിന്റെ വോളിയം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇതുപോലെ തന്നെ എന്ത് ചെയ്യണം? CDT ഏതിനൊക്കെ ഉണ്ടായിരിക്കും? ഇക്വിറ്റി ഡിവിഡൻഡിനും ഉണ്ടായിരിക്കും, പ്രിഫറൻസ് ഡിവിഡൻഡിനും CDT ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ CDTന്റെ ബേസിക് റേറ്റ് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ CDT ആക്ച്വൽ റേറ്റ് ഏതിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നും അറിഞ്ഞിരിക്കണം. അതുപോലെ അടുത്ത പാർട്ട് ക്വസ്റ്റ്യനിൽ മിക്കവാറും ഉണ്ടാകുന്ന ഒരു ഇവന്റ് ആണ് ട്രാൻസ്ഫർ ടു ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട്. ട്രാൻസ്ഫർ ടു ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട്. ഓക്കെ, ഇത്രയും ഇവന്റ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സ്റ്റേറ്റ്മെന്റ്, അതായത് സർപ്ലസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി നോക്കാം.
പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റ്, ദെൻ കറണ്ട് ഇയറിലെ പ്രോഫിറ്റ്, റിസർവ്, ഡിവിഡൻഡ്, ദാറ്റ് മീൻസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ്, CDT കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്, ദെൻ ട്രാൻസ്ഫർ ടു ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക, ഇതിൽ ഏതൊക്കെ ഇവന്റ് ആണ് ആഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ഇവന്റ് ആണ് ലെസ് ചെയ്യേണ്ടത് എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കൺസിഡർ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ പ്രോഫിറ്റ് ആണ്. പ്രീവിയസ് ഇയർ പ്രോഫിറ്റിന്റെ കൂടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. റിമൈനിങ് പാർട്ടേഴ്സ് എല്ലാം എന്ത് ചെയ്യാനുള്ളതാണ്, ഡിഡക്ട് ചെയ്യാനുള്ളതാണ്. ഇറ്റ്സ് എ ഷോർട്ട് കട്ട് വേ. പ്രീവിയസ് ഇയറിന്റെ പ്രോഫിറ്റിന്റെ കൂടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് മാത്രം ആഡ് ചെയ്യുന്നു. ബാക്കിയുള്ള എല്ലാ വിധത്തിലുള്ള ഐറ്റംസും ലയബിലിറ്റി ആണ്, അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇതെല്ലാം ഡിഡക്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇനി വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർപ്ലസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി നോക്കാം എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ക്വസ്റ്റ്യനകത്ത് ഇത്രയും ഫാക്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഹെഡിങ് കൊടുക്കുക, സർപ്ലസ് ഇൻ ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. ദാറ്റ് മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതിലായിരിക്കും, ലാസ്റ്റ് ഇയറിലെ ബാലൻസ് കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതായത് പ്രോഫിറ്റ്, ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ, ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ഇൻ ദി പ്രീവിയസ് ഇയർ. ഓക്കെ, പ്രീവിയസ് ഇയറിലെ ബാലൻസ്. ദെൻ ആഡ് കറണ്ട് ഇയർ പ്രോഫിറ്റ്, കറണ്ട് ഇയറിന്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, ഇതിന്റെ കൂടെ ആഡ് ചെയ്തു പോകും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എമൗണ്ട് ഡിഡക്ട് ചെയ്യണം. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും ഡിവിഡൻഡ് കൊടുത്ത് ഡിഡക്ട് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുക്കണം. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുക്കണം. ദെൻ ഡിബഞ്ചർ സിങ്കിങ് ഫണ്ടിലേക്ക് എന്തെങ്കിലും എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും മൈനസ് ചെയ്യണം. ഓക്കെ, ദെൻ ലെസ് ട്രാൻസ്ഫർ ടു ജനറൽ റിസർവ്, then minus any other specific റിസർവ്. മറ്റേതെങ്കിലും സ്പെസിഫിക് റിസർവ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. then മൈനസ് എന്താ ഇനി മൈനസ് ചെയ്യേണ്ടവ, പ്രപ്പോസ്ഡ് ഇക്വിറ്റി ഡിവിഡൻഡ്, പ്രപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. ഇതിനൊക്കെ എന്തുണ്ടായിരിക്കും, ടാക്സ് കൊടുക്കണം. അതായത് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് അഥവാ CDT ഇതിന്റെ മേലെ എന്ത് ചെയ്യാനുണ്ടാവും, ചാർജ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ദെൻ ലെസ് ഇന്ററിം ഡിവിഡൻഡ്. ഇങ്ങനെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാറുണ്ടല്ലോ, ഇന്ററിം ഡിവിഡൻഡും മൈനസ് ചെയ്തു. ഓക്കെ, ദെൻ ലെസ് പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അതുപോലെ പ്രപ്പോസ്ഡ് ഡിവിഡൻഡ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ പ്രപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ് മൈനസ് പ്രപ്പോസ്ഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്, ഇതിന് കൂടെ തന്നെ എന്ത് ചെയ്യണം, മൈനസ് CDT. അതായത് ഈ പ്രിഫറൻസ് ഡിവിഡൻഡിന് കൊടുത്തിട്ടുള്ള CDT മൈനസ് ചെയ്യണം. ഓക്കെ, ദെൻ ലെസ് പ്രപ്പോസ്ഡ് ഇക്വിറ്റി ഡിവിഡൻഡ് മൈനസ് ചെയ്യണം. ഓക്കെ, ദെൻ ലെസ് CDT, ഇതിന്റെ CDTയും മൈനസ് ചെയ്യാനുണ്ടാവും.
മൈനസ് ദെൻ ലെസ് എന്താ ഇനി ലാസ്റ്റ് പാർട്ടിൽ എന്താ നമുക്ക് മൈനസ് ചെയ്യാനുണ്ടാവുക? ട്രാൻസ്ഫർ ടു ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ ടു ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട്. ഇതെന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യും. ഇനി കിട്ടുന്നത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ സർപ്ലസ്, മറ്റത് ഡെഫിസിറ്റ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഫോർമാറ്റ്. അപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന സമയം 5 മാർക്സ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാനുള്ളത്. സർപ്ലസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡേറ്റ് തരികയാണെങ്കിൽ ആ ഡേറ്റും കൂടി സ്പെസിഫൈ ചെയ്യാം. ഫസ്റ്റ് പാർട്ട് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ഇൻ ദ പ്രീവിയസ് ഇയർ. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും. ദെൻ പ്ലസ് കറണ്ട് ഇയർ പ്രോഫിറ്റ്, ഇതും ക്വസ്റ്റ്യനകത്ത് എന്തുണ്ടായിരിക്കും? നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ എമൗണ്ടും കൂടി എന്ത് ചെയ്യുന്നു? ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. ഈ ഒരു ഇവന്റ് മാത്രമേ ഇവിടെ ആഡ് ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം ഡിഡക്ട് ചെയ്യാനാണ്. Then transfer to general reserve, then any other specific reserves, then minus interim dividend, then proposed dividend, and preference in the proposed dividend, equity in the proposed dividend. ഇങ്ങനെ ഡിവിഡൻഡ് കൊടുക്കുമ്പോഴൊക്കെയും എന്ത് ചെയ്യാനുണ്ടാവും? കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഡിഡക്ട് ചെയ്യാനുണ്ടാവും. ദെൻ മൈനസ് ട്രാൻസ്ഫർ ടു ഡിബഞ്ചർ സിങ്കിങ് ഫണ്ട്. ഓക്കെ, അപ്പോൾ CDT കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിന്റെ റേറ്റ് എത്ര വരുന്നത്? 17.472. CDT 17.472%. അതായത് ഗ്രോസ് ഡിവിഡൻഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനകത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത്ര പെർസെൻറ്റേജ് ആണ് ഡിവിഡൻഡ് എന്നുള്ളത്. അപ്പോൾ ആ ഡിവിഡൻഡിന് വെച്ച് ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഗ്രോസ് ഡിവിഡൻഡ് വാല്യൂ ഫൈൻഡ് ചെയ്യുക. ദെൻ ആ ഡിവിഡൻഡിന്റെ മേലെ ഈ പറയുന്ന 17.472% CDT കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഡിവിഡൻഡ് CDTന്റെ വാല്യൂ എന്ത് ചെയ്യാനുണ്ടായിരിക്കും? ഡിഡക്ട് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ഈ എക്സ്പെൻസസ് ഒക്കെ ഒരു സൈഡിൽ റൈറ്റ് ചെയ്യുക, എന്നിട്ട് ഈ ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് മൈനസ് ചെയ്ത് പോയാലും കുഴപ്പമില്ല, സെയിം എമൗണ്ട് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? അതായത് ബാലൻസ് ഓഫ് പ്രോഫിറ്റ്, പ്രീവിയസ് ഇയറിലെ പ്രോഫിറ്റും കറണ്ട് ഇയറിലെ പ്രോഫിറ്റും എഴുതുന്നു. ദെൻ ഈ പറയുന്നതെല്ലാം ഡിഡക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിന്റെ വാല്യൂ ഇങ്ങനെ സെപ്പറേറ്റ് കാണിക്കാം. എല്ലാ ഇവന്റിന്റെയും വാല്യൂ സെപ്പറേറ്റ് കാണിക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ ടോട്ടൽ വാല്യൂ എടുക്കുക. ഈ ടോട്ടൽ വാല്യൂ ഈ പറയുന്ന ഇൻകത്തിൽ നിന്ന് മൈനസ് ചെയ്യുക. ഇവിടെ വരെയുള്ള എമൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്താൽ എക്സാക്ട് വാല്യൂവിനാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിന് പകരമുള്ള സർപ്ലസ് ഇൻ ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് പരിചയപ്പെട്ടു. ഒന്നാമത്തത് ബാലൻസ് ഷീറ്റ്, രണ്ടാമത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മൂന്നാമത് പറഞ്ഞിട്ടുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്.